ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു കുഡൂസ് വ്ളോഗ്സ്. ഇവരൊക്കെ ഇപ്പം എന്നെ കുരിശേണ്ട ചേർത്താനെ പോലെയാണ് ഗൈസ്. ഞാൻ ഫോണും പിടിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ അപ്പോഴത്തേക്കും ഒന്നെങ്കിൽ മുഖം മാറ്റോട്. ഇപ്പം ഇച്ചാൻ്റെ ഒരു ഭാവം മാറ്റമുണ്ട് ഗൈസ്. ആ ഭാവം മാറ്റം ഒരു ഒന്നൊന്നര ഭാവം മാറ്റമാണ്. എങ്ങനെയുണ്ട്? നോക്കൂ, കണ്ടോ. ഓക്കെ ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ഷോപ്പിംഗ് വീഡിയോ ആണ് കേട്ടോ. വീട്ടിലേക്ക് ഒരു സാധനം വാങ്ങാനുണ്ടായിരുന്നേ. അപ്പോൾ ഞാൻ ഒരിക്കലും പോകാൻ ഇഷ്ടപ്പെടാത്ത ഒരു സ്ഥലത്തേക്കാണ് ഞാനിന്ന് വന്നേക്കുന്നത്. കാരണം ഞാൻ ഇഷ്ടപ്പെടാത്ത സ്ഥലമാണ് ഈ നെസ്റ്റോ എന്ന് പറയുന്നത്. വേറെ ഒന്നുമല്ല, ഞാൻ ഇവിടെ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് വേണ്ടാത്തതായിട്ടുള്ള ഒരു സാധനം ഉണ്ടാവില്ല. ഞാൻ പ്ലാൻ ചെയ്ത് പോകുന്ന അല്ലെങ്കിൽ എഴുതി പോകുന്ന 2-3 സാധനങ്ങളായിരിക്കാം, പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ എനിക്ക് വേണ്ടാത്തതായിട്ടൊന്നും ഉണ്ടാവില്ല. അവർ മേടിപ്പിക്കും. അതാണ് അവരുടെ ബിസിനസ് തന്ത്രം കേട്ടോ. അവിടെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വേണ്ടാത്തതായിട്ട് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ എപ്പോഴും അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ പറയും, ഇനി ഇവിടെ കയറണ്ട, ഇനി വേറെ ഇവിടെ ചെറിയ കടയിൽ നിന്ന് എവിടെയും വാങ്ങാം, ഇവിടെ കയറണ്ട. പക്ഷേ ഫൈനലി ഞാൻ കറങ്ങി തിരിഞ്ഞ് അവിടെ തന്നെ എത്തുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് വാങ്ങാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വാട്ടർ ബോട്ടിൽ മേടിക്കണം കുടുംബങ്ങൾക്ക്, പിന്നെ വീട്ടിലേക്കുള്ള കുറച്ച് അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ വാങ്ങണം കേട്ടോ. വാട്ടർ ബോട്ടിൽ എന്ന് പറയുമ്പോൾ ഒരുപാട് വലുത് വേണ്ട, ഒരുപാട് ചെറുത് വേണ്ട, പെട്ടെന്ന് ചളുങ്ങാൻ പാടില്ല, ഉരുകാൻ പാടില്ല, എന്താ പറയുക, ഒരുപാട് റേറ്റ് വേണ്ട, പക്ഷെ നല്ല സാധനമായിരിക്കണം. അങ്ങനെ കുറേ കണ്ടീഷൻസാണ്. ഈ കണ്ടീഷൻസ് കൊണ്ട് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒരു ഉണ്ടയും കിട്ടില്ല എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. അപ്പം നമ്മളൊരു ബോട്ടിൽ എടുത്തിട്ടുണ്ട് കേട്ടോ. വലിയ കുഴപ്പമില്ല. ഇനി ഈ ബോട്ടിൽ എത്ര ദിവസത്തേക്ക് ഉണ്ടാവും എന്നൊന്നും പറയാൻ പറ്റില്ല. അതിനുശേഷം നമ്മൾ പോയിട്ട് ഒരു ഗുഡ് നൈറ്റും പേസ്റ്റും റൂം ഫ്രഷറും കാര്യങ്ങളൊക്കെ വാങ്ങി താഴെ വന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഞാൻ വിചാരിച്ചതിലും കൂടുതൽ ബില്ലായി. കാരണം ഞാൻ വിചാരിച്ച കൂടുതൽ സാധനങ്ങൾ എടുത്തല്ലോ, അപ്പോൾ സ്വാഭാവികമായിട്ടും ബില്ല് വരും. പിന്നെ വണ്ടി കയറിയിട്ട് എന്നോട് തന്നെ കുറേ ഉപദേശിക്കലാണ്, അനിറ്റ നീ കുറച്ച് ചുരുക്കണം ചിലവുകൾ എന്നെ തന്നെ മോട്ടിവേഷൻ ചെയ്യും. പിന്നെ ഒരാഴ്ച കഴിയുമ്പോൾ ഇതേപോലെ തന്നെ പിന്നെയും വന്ന് വാങ്ങും ഗൈസ്. അങ്ങനെ ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ പോയിട്ടോ. അങ്ങനെ ഫുഡും കഴിച്ച് വേഗം തിരിച്ചു പോകുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ആരും ഫസ്റ്റ് ടൈം കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ടാറ്റാ.